നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. വിവിധ രോഗങ്ങളാൽ വലഞ്ഞ ജീവിതം 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയവർ അവശതകളെ മറന്ന പാലിയേറ്റീവ് കെയർ ദിനത്തിൽ ഒത്തുചേർന്നു. പെരിന്തൽമണ്ണ നഗരസഭ ഒരുക്കിയ പാലിയേറ്റീവ് കുടുംബ സംഗമത്തിലാണ് പ്രതീക്ഷയുടെ പ്രകാശത്തിലേക്ക് അവർ എത്തിയത്. ആടിയും പാടിയും കണ്ണീരിനെ കളിച്ചിരികളിലേക്ക് മാറ്റിയാണ് അവർ പാലിയേറ്റീവ് ദിനത്തെ മനോഹരമാക്കിയത്. കാലം രോഗിയാക്കിയവർ, ജന്മന വിധി തളർത്തിയവർ, അങ്ങനെ ചുറ്റുപാടുകളിൽ നിന്നും ഒറ്റപ്പെട്ട 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയവർ പ്രതീക്ഷയുടെ പുതുവെളിച്ചത്തിലേക്ക് ഇറങ്ങി വന്ന കാഴ്ചയാണ് ഈ പാലിയേറ്റീവ് ദിനം പെരിന്തൽമണ്ണയ്ക്ക് സമ്മാനിച്ചത്. അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടിയവർ ആടിയും പാടിയും കണ്ണീരിനെ കളിച്ചിരികളിലേക്ക് മാറ്റിയാണ് പാലിയേറ്റീവ് ദിനത്തെ മനോഹരമാക്കിയത്. പെരിന്തൽമണ്ണ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി ഒരുക്കിയ കുടുംബ സംഗമത്തിൽ നഗരസഭയുടെ വിവിധയിടങ്ങളിൽ നിന്നുള്ള രോഗികളും ബന്ധുക്കളും പങ്കെടുത്തു. പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ പി ഷാജി നിർവഹിച്ചു. ട്രോമ കെയർ പ്രവർത്തകർ, ആശാ വളണ്ടിയർമാർ, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, പാലിയേറ്റീവ് വളണ്ടിയർമാർ, സിസ്റ്റർമാർ, പാലിയേറ്റീവ് പ്രവർത്തകർ തുടങ്ങി നിരവധി പേരെ ചടങ്ങിന്റെ ഭാഗമായി ആദരിച്ചു. അകത്തളങ്ങളിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാതെ ശാരീരികമായും മാനസികമായും തളർന്നവരെ ഈ പാലിയേറ്റീവ് ദിനത്തിൽ കൂടുതൽ ചേർത്ത് പിടിക്കുകയും ഒരു ദിവസം അവർക്കായി മാറ്റിവെക്കുകയും ചെയ്യുകയാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അതിനുള്ള ശ്രമമാണ് നഗരസഭ ചെയ്തതെന്നും നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു. ഈ ദിവസങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണെന്ന് അറിയാം. അപ്പോൾ പാലിയേറ്റീവ് ഡേ ഒക്കെ അവരെ പുറത്തു കൊണ്ടുവരണം, കുടുംബസംഘമായിട്ട് സംഘടിപ്പിക്കണം, വിവിധ അവരുടെ തന്നെ പ്രയാസങ്ങൾ പങ്കുവെക്കാൻ. അതേപോലെ തന്നെ അവർ മാത്രമല്ല, കുറേ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ കഴിയുന്നുണ്ട്. അവർ കൂട്ടായ്മ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തുന്നത്. ഇതൊന്നും നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയതല്ല. പെരിന്തൽമണ്ണ നഗരസഭയാണ് ആദ്യമായി സാന്ത്വനം പരിചരണ പരിപാടി എന്ന നിലക്ക് ഇത്തരം ആളുകളെ പുറത്തു കൊണ്ടുവന്ന് ഒരു ദശദിന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുറേ മുമ്പത്തെ കൗൺസിലുകൾ ചെയ്താണ്. നമ്മൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ നിന്നു. ഈ തവണ അത് ഈ ഫെബ്രുവരി പകുതിയോടുകൂടി നമ്മൾ വീണ്ടും പുനരാരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് എല്ലാവരും മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നൊരു സംഭവമാണ്. എല്ലാവർക്കും കഴിയാറില്ല. അങ്ങനെ കഴിയാത്തവർക്ക് കൂടി ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഇത്തരം കൂട്ടായ്മകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറെ കാലമായി പ്രതീക്ഷകൾ നശിച്ച് മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടാൻ നിർബന്ധിതരായ രോഗികളും അവരെ പരിചരിക്കാൻ ജീവിതത്തിന്റെ ആഘോഷങ്ങളെ മാറ്റി നിർത്തിയ ബന്ധുക്കളും തികഞ്ഞ ആഹ്ലാദത്തോടെയാണ് കുടുംബസംഗമത്തിന്റെ ഭാഗമായത്. പരസ്പരം കുശലം പറഞ്ഞും വിഷമങ്ങൾ പങ്കുവച്ചും പലരും പലർക്കും ആശ്വാസമായി. ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക നൃത്ത പരിപാടിയും കുടുംബസംഗമത്തിന്റെ ഭാഗമായി വേദിയിലെത്തി. ചേർത്തുപിടിക്കാനും കൈത്താങ്ങാവാനും ട്രോമ കെയർ പ്രവർത്തകർ, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ എന്നിവരും ശ്രദ്ധയോടെ ചേർന്നു നിന്നപ്പോൾ പെരിന്തൽമണ്ണ നഗരസഭയുടെ പാലിയേറ്റീവ് ദിനാചരണം ഏറെ സമ്പന്നമാവുകയായിരുന്നു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.